അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, 3 വിഭാഗം ആളുകളോട് അള്ളാഹുവിന് ദേഷ്യമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അവരിൽ നിന്നും തന്നെ 3 വിഭാഗങ്ങളോട് അള്ളാഹുവിൻ്റെ ദേഷ്യം അതികഠിനമാണ്. 3 വിഭാഗം ആളുകളോട് അള്ളാഹുത്താലയ്ക്ക് ദേഷ്യമാണ്. അവരിൽ നിന്നും തന്നെ 3 വിഭാഗത്തിനോട് അള്ളാഹുവിൻ്റെ ദേഷ്യം കഠിനമാണ്. ഒന്നാമതാരാണ്? ഒന്നാമത് യുബ്ഗിദുല്ലാഹു അൽ ഫുസാഖ. ഫാസിഖീങ്ങളോട് അള്ളാഹുവിന് ദേഷ്യമാണ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? കാഫിർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൈവനിഷേധികളാണ്. മുനാഫിഖുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കപടവിശ്വാസികളാണ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ ആരാണ്? തിന്മ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആൾ. ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ തിന്മ ചെയ്യാൻ, ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ആൾ, അവരെയാണ് ഫാസിഖ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാസിഖീങ്ങളോട് അള്ളാഹുവിന് ദേഷ്യമാണ്, വെറുപ്പാണ്. എന്നാൽ വബുഗ്ളുഹു ലിശൈഖിൽ ഫാസിഖി അഷദ്ദു. പ്രായമായിട്ടും പിന്നെയും ഫാസിഖാണ് എങ്കിൽ അല്ലാഹു തആല പ്രായമായിട്ടും ഫാസിഖായ ആളോട് ദേഷ്യം അതിശക്തമാണ്. ഫാസിഖീങ്ങളോടെല്ലാം അള്ളാഹുവിന് ദേഷ്യമാണ്. പ്രായമായിട്ടും പിന്നെയും ഫാസിഖായിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ, ആരാധനാ കർമ്മങ്ങളോടൊപ്പം തന്നെ തിന്മയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവരോട് അള്ളാഹുവിൻ്റെ ദേഷ്യം അതിശക്തമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമത്തെ വിഭാഗം വയുബ്ഗിദുല്ലാഹു അൽ ബഖീല. പിശുക്കന്മാരോട് അള്ളാഹുവിന് ദേഷ്യമാണ്. എന്നാൽ വബുഗ്ളുഹു ലിൽ ഗനിയിൽ ബഖീലി അഷദ്ദു. ധനമുണ്ടായിട്ടും ധനാഢ്യനാണ് എന്നിട്ടും പിശുക്ക് കാണിക്കുന്നുവെങ്കിൽ അവരോട് അള്ളാഹുവിൻ്റെ ദേഷ്യം അതിശക്തമാണ്. പിശുക്കന്മാരോട് അള്ളാഹുവിന് ഇഷ്ടമല്ല. എന്നാൽ ധനമുണ്ടായിട്ട് വീണ്ടും പിശുക്ക് കാണിക്കുന്നവരോട് ദേഷ്യം ശക്തമാണ്. മൂന്നാമത് യുബ്ഗിദുല്ലാഹുൽ മുതകബ്ബിരീന. അഹങ്കാരികളോട് അള്ളാഹുവിന് ദേഷ്യമാണ്. എന്നാൽ വബുഗ്ളുഹു ലിൽ ഫഖീരിൽ മുതകബ്ബിരി. പാവപ്പെട്ട ആളാണ്, സാധുവാണ്, എന്നിട്ടും അഹങ്കാരിയാണ്. സാധുവാണ് എന്നിട്ടും അഹങ്കാരിയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ദേഷ്യം അവരോട് അതികഠിനമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. 3 വിഭാഗങ്ങളോട് അള്ളാഹുവിൻ്റെ ദേഷ്യം അതിശക്തമാണ്. ഒന്ന്, പ്രായമായിട്ടും വീണ്ടും തിന്മകൾ ചെയ്യാൻ മടി കാണിക്കാത്തവരോട്. അതുപോലെ തന്നെ ധനമുണ്ടായിട്ടും പിശുക്ക് കാണിക്കുന്നവരോട്. പിന്നെ സാധുവായിരുന്നിട്ടും അഹങ്കരിക്കുന്നവരോട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കോപത്തിന് അർഹരാകുന്നവരെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടം കിട്ടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.